അത്തം നക്ഷത്രം. ചില ആളുകളുണ്ട്, അവർ ലക്ക് കൊണ്ട് ജയിക്കാറില്ല, അവരവരുടെ കഴിവ് കൊണ്ട് തന്നെ ജയിക്കാറുള്ളൂ. അതിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രമേ ജയിക്കുള്ളൂ. മാർച്ച് മാസം നല്ല കൺഫ്യൂഷനായിരുന്നു നിങ്ങൾക്ക്. ഫോക്കസ് കുറച്ച പോലെ തോന്നിയിരിക്കും. പക്ഷേ ഏപ്രിലിൽ സ്കില്ല്, മണി, കൺട്രോൾ എല്ലാം വരുന്നൊരു മാസമാണ്. നിങ്ങൾക്കുള്ള കഴിവ് ഫൈനലി റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് ഏപ്രിലിൽ തരും. അത്ര നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവേ എല്ലാവരും പറയും നല്ല സ്മാർട്ടാണ്, പ്രാക്ടിക്കലാണ്, നല്ല ടാലൻറ്റഡ് ആണ്. പക്ഷെ ഒരു ഇഡൻ ട്രൂത്ത് എന്താ വെച്ചാൽ മാസ്റ്റർ ഓഫ് ആൻസ് ആണ്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല കൈയാണ്, നിങ്ങൾക്ക് സ്കില്ല് നാച്ചുറലാണ്. നിങ്ങൾ എന്ത് ചെയ്താലും പെർഫെക്ഷൻ എന്തായാലും ഉണ്ടാവും. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ പ്രോബ്ലം സോൾവറാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങളത് നല്ല രീതിയിൽ സോൾവ് ചെയ്യും. നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആക്കാൻ കഴിയും. മറ്റൊരു ഈഡൻ സൈഡാണ് കൺട്രോൾ മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് സിറ്റുവേഷൻ കൺട്രോളിൽ വേണം. നിങ്ങളുടെ ഡാർക്ക് സൈഡ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര പെർഫെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ്സും കൂടുതലാണ്. നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഇൻ്റലിജൻ്റ് ആണ്, നല്ല പവർ ഉണ്ട്, മണി മേക്കിംഗ് സ്കില്ലിങ്ങും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങളുടെ സ്കില്ല് അത് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. മാർച്ച് മാസം അത്തം നക്ഷത്രക്കാർക്ക് ഒരു കൺഫ്യൂഷൻ, ഡിലേ മന്ത് ഒക്കെ ആയിരുന്നു. കരിയർ പകരം മാർച്ച് മാസത്തിൽ എന്തായാലും വർക്കിനും ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല, എല്ലാ കാര്യത്തിലും ഡിലേ വന്നിട്ടുണ്ടാവും, ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം എന്തായാലും സ്റ്റേബിൾ ആയിട്ടുണ്ടാവും, പക്ഷേ ഗ്രോത്ത് ഒന്നുമില്ല, എല്ലാം ഒരു വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന പോലെ. റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായി, വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയും കൊണ്ടേയിരുന്നു. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്താ വെച്ചാൽ മാർച്ച് മാസത്തിൽ കൺഫ്യൂഷനായിരുന്നു, ഒപ്പം സ്ട്രെസ്സും ഉണ്ടായിരുന്നു, ഒന്നിനും ക്ലാരിറ്റിയും കിട്ടിയിട്ടുണ്ടാവില്ല. മാർച്ച് നിങ്ങളെ എല്ലാ കാര്യവും സ്ലോ ആക്കി, അതുകൊണ്ട് കുറേ വെറുതെ ഇരുന്നിട്ടുണ്ടാവും. അത് പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തൊരു മാസമാണ്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല, ക്ലാരിറ്റി വരും എന്ത് ചെയ്യണം എന്നുള്ളത്. സ്കില്ലിന് കുറച്ച് റെക്കഗ്നിഷൻ ഉണ്ടാവും, കരിയർ പരമായിട്ട് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ അതൊക്കെ എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള സ്കില്ല് ബേസ്ഡ് ആണ് ഏണിങ്സ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ പറയുന്ന പൈസ നിങ്ങൾക്ക് ചോദിച്ച് വാങ്ങാവുന്നതാണ്. സൈഡ് ഇൻകം ചാൻസ് ഉണ്ട്, ഫ്രീലാൻസ് കിട്ടാനും സാധ്യതയുണ്ട്, പുതിയ ബിസിനസ് തുടങ്ങാനും നിങ്ങൾക്കൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്കില്ല് മോണിറ്റൈസ് എന്തായാലും ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അങ്ങനെ ഇപ്പോൾ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എന്തായാലും അത് സാമ്പത്തികമായിട്ട് എങ്ങനെ മാറ്റാമെന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ വിദ്യാഭ്യാസം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് ഷാർപ്പ് തന്നെയാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും, പ്രാക്ടിക്കൽ നോളേജും ഉണ്ട്, വിജയ സാധ്യത അതുകൊണ്ട് കൂടുതലായിരിക്കും. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്തായാലും കുറച്ച് ഇമ്പ്രൂവ് ആവും, മിസ്അണ്ടർസ്റ്റാൻഡിങ് കുറച്ചൊക്കെ ക്ലിയർ ആവും, പക്ഷെ എന്നാലും വലിയ വ്യത്യാസം കാണില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണവും കൊണ്ടുള്ള പ്രശ്നമാണ്. ചിലർക്ക് ഇൻ്റലക്ച്വൽ കണക്ഷൻ ലവ് എന്തായാലും വരും, കാരണം ബുദ്ധി കൂടിയ വേറൊരാളായിട്ടൊരു കണക്ഷനൊക്കെ എന്തായാലും വരും. ബിസിനസ്സിൽ സ്മാർട്ടായിട്ട് മൂവ് ചെയ്യും, അതുകൊണ്ട് ലാഭം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സ്ട്രാറ്റജി വർക്ക് എന്തായാലും സക്സസ് ആവും, കോമ്പറ്റീഷൻ എന്തായാലും ബീറ്റ് ചെയ്യാൻ കഴിയും. ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനുള്ള അധികാരത്തിൻ്റെ പീക്കിൽ നിങ്ങളെത്തും. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതെന്തായാലും സാധിക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കത് ഫീൽ ആവുകയും ചെയ്യും, ഞാനിപ്പോൾ കൺട്രോളിലാണ് എന്നുള്ളത്. മണി ഓപ്പർച്യൂണിറ്റി, സാമ്പത്തികത്തിൻ്റെ ഓരോ പുതിയ ഉറവിടങ്ങൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ സ്മാർട്ടായിട്ട് അത് ഉപയോഗിച്ചാൽ എന്തായാലും സ്ട്രോങ് ഇൻകം നിങ്ങൾക്കുണ്ടാവും. ഓവർ തിങ്കിങ് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യണം. പെർഫെക്ഷൻ വെയിറ്റ് ചെയ്യാതെ ആക്ഷൻ എടുക്കണം. ഈ മാസം നിങ്ങൾ ആക്ട് ചെയ്താൽ മാസീവ് ഗ്രോത്ത് എന്തായാലും വരും. അത്തം നക്ഷത്രക്കാരൊക്കെ മാർച്ച് മാസം കൺഫ്യൂസ് ചെയ്തു, ഏപ്രിൽ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആകും. നിങ്ങൾക്ക് എന്തായാലും ഒരു ചാൻസ് കിട്ടും. സ്കിൽ എന്തായാലും പണത്തിൻ്റെ ഇതിലേക്ക് മാറ്റുള്ളൂ. നന്നായിട്ട് ഉപയോഗിക്കുക, അതിനുവേണ്ടി റിസർച്ച് എടുക്കുക, ആക്ഷൻ എടുക്കുക. ഇത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഏപ്രിൽ അവസാനം ഇൻകം, കൺട്രോൾ, ക്ലാരിറ്റി എന്തായാലും വരും. ഞാൻ പറയണതിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, അത് മലയാളത്തിൽ പറയാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്, പക്ഷേ അതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് വരാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്.